ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് പോലുള്ള പ്രൊഫഷണൽസ് അവർ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വീക്കിലി 2 തവണയൊക്കെ ആയിരിക്കും വന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഏൺ ചെയ്യുന്ന റെമ്യൂണറേഷൻ നമ്മൾ സാലറി എന്ന് പറയാണ്ട് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് റിസീവ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവരവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യണതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാർട്ടിലി ചിലപ്പോൾ അവിടെ സെർവ് ചെയ്യണതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സാലറീഡ് ആയിട്ടാണ് നമ്മൾ ഈ വരുമാനം കാണിക്കണമെന്നുണ്ടെങ്കിൽ സാലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നേരെ മറിച്ച് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ സെക്ഷൻ 44A പ്രകാരം ഒരാൾക്ക് 30 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും, ഇതേപോലെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 50% എന്ത് ചെയ്താൽ മതി, ഓഫർ ചെയ്താൽ മതി. അത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ പറയുന്നതാണ്, 50% ഓഫർ ചെയ്താലും മതി. അപ്പോൾ 30 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ആൾക്ക് എത്ര ഓഫർ ചെയ്താൽ മതി? 15 ലക്ഷം രൂപ ബിസിനസ് ഇൻകം അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി എന്നർത്ഥം. അപ്പോൾ 15 ലക്ഷം രൂപയുടെ ടാക്സ് അടച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 24 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരാൾ, ഇദ്ദേഹം പറയുന്നു പ്രൊഫഷണൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ കാണിച്ചാൽ മതി, 50%. അപ്പോൾ 12 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഒന്നുമില്ല. നേരെ മറിച്ച് ഈ സാലറി ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ലക്ഷം രൂപ അവിടെ വരും. 24 ലക്ഷം രൂപയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് വലിയൊരു എമൗണ്ട് ടാക്സ് വരാനായിട്ട് ചുരുങ്ങിയത് ഒരു 3-4 ലക്ഷം രൂപയുടെ ഇടയിൽ ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ടാക്ടിക്സുകൾ, ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ ഇൻകം ടാക്സ് അത് നമുക്ക് ജെനുവിൻലി ചെയ്യാവുന്നതാണ്. ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗം എന്നൊക്കെ പറയാമല്ലോ. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പെർമിറ്റ് ചെയ്യുന്ന ചില ഇളവുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം. നമ്മളുടെ വരുമാനത്തിന് നമുക്ക് ഈ തരത്തിലൊക്കെ റീസ്ട്രക്ചർ ചെയ്യാതെ ഒരുപാട് എമൗണ്ട് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊഫഷണൽസ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ സാലറീഡ് ആയിട്ടാണോ അവരുടെ ഇൻകം ഡ്രോ ചെയ്യണത് അതോ പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണോ ഡ്രോ ചെയ്യണത് ഒന്ന് റിവ്യൂ ചെയ്യുക. പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വലിയൊരു എമൗണ്ട് ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്.